ഹായ് ഗായ്സ്, അപ്പം ഞാനൊരു വീഡിയോ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ തമിഴിൽ കാണിച്ചതുപോലെ തന്നെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 45 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്കറിയാലോ, ഒരു 2025 ഒരു റെസൊല്യൂഷൻ പോലെ എൻ്റെ വെയിറ്റ് ലോസ് നമുക്ക് ഇതാക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ വെയിറ്റ് ലോസ് എന്തായാലും കുറച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറേ എടുക്കും. പക്ഷേ ഇപ്പോൾ നവംബറും ആയി, ഡിസംബറും ആയി, ഇനിയിപ്പോൾ ഒരു ഒന്നര മാസം കഴിയുന്നതോറും നമ്മുടെ ഈ ഒരു 2025 അവസാനിച്ച് 2026 നമുക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒന്നര മാസം കൊണ്ട് നല്ലൊരു വെയിറ്റ് ലോസ് ജേണിയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഈ സൺഡേ മുതൽ ഒരു വെയിറ്റ് ലോസ് ജേണിയിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു 30 ഡേയ്സ് വേണോ അതോ 45 ഡേയ്സ് വേണോ എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഡേയ്സ് കൂട്ടോ കുറയ്ക്കുക വെച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാമല്ലോ, നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചായ കുടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് എല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ രാവിലെ എന്ന് പറയുന്നത് ഒരു എക്സസൈസ് ചെയ്യുക. ഒരു മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളൊരു ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നമ്മൾ വീക്ക്ലി 5 ഡേയ്സ് എങ്കിലും എക്സസൈസ് ചെയ്തിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. നമുക്കൊരു അരമണിക്കൂർ ഓക്കെ, ഒരു 45 മിനിറ്റ്സ് എങ്കിൽ 45 മിനിറ്റ്സ്, അത് നമ്മൾ അത്ര ചെയ്താൽ മതി. അത് നമ്മളിപ്പോൾ ഒരു ജിമ്മിന് പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന എക്സസൈസ് പറ്റുന്ന ടൈമിൽ രാവിലെയോ ഇല്ലെങ്കിൽ വൈകുന്നേരമോ ആയിട്ട് നമുക്ക് എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരാളുണ്ട് വെച്ച് നമ്മൾ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ മോട്ടിവേഷനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ എന്തായാലും ഫുൾ സപ്പോർട്ടായിരിക്കും. നമ്മളിപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു പേയ്മെൻറ്റ് മെത്തേഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു ഡയറ്റ് പ്ലാനാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ദിവസം ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. മാക്സിമം ഒരു 2.5 ലിറ്റർ ഇല്ലെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. അതാണ് എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ അടുത്ത ഒരു കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഡെയിലി ഒരു രാവിലെ എക്സസൈസ് ചെയ്യുമ്പോൾ 1 ലിറ്റർ വെള്ളം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഓൾറെഡി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വരുന്നൊരു ടൈം. അപ്പോൾ നമ്മളൊരു 30 ഡേയ്സ് കൊണ്ട് ഒരു 4 kg എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരിതാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഈ വെള്ളത്തിൻ്റെ കാര്യം അതുപോലെ എക്സസൈസിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ തന്നെ ഒരു പകുതി കാര്യങ്ങൾ നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് എന്തും കഴിക്കാം. അതായത് ഇപ്പോൾ ഒരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിക്കാം. കഴിക്കണമെന്ന് തോന്നിയാൽ അത് കഴിച്ചിരിക്കാം. അതുപോലെ ഞാൻ ഇവിടെ ചോറ് ഒഴിവാക്കുന്നില്ല ഗൈസ്. ചായ കുടിക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കുടിക്കാം. അതായത് രാവിലെ ഞാൻ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം, ഇല്ലെങ്കിൽ ഒരു ചിയാ സീഡിട്ട വെള്ളമില്ലേ അത് നിങ്ങൾക്ക് കുടിക്കാം. അതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചായ രാവിലെ നിർബന്ധമുള്ളവർക്ക് ഒരു ഗ്ലാസ് ചായ എടുക്കുകയാണെങ്കിൽ നമ്മൾ മധുരം ഇല്ലാതെ ഒരു ഗ്ലാസ് ചായ എടുക്കുക, ഇല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് ചായ നല്ല മധുരത്തോടെ നമുക്ക് വേണ്ടൊരു മധുരത്തോടെ ഒരു ചായ കുടിക്കാം. നമ്മൾ പിന്നെ പറയാനുള്ളത് ഷുഗർ കട്ട് നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് ഒരു ചായയിലൊക്കെ ഉള്ളിവിടെയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഈ മധുര പലഹാരങ്ങൾ, ലഡു, കേക്ക്, ജിലേബി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല. കുറച്ച് നമ്മളൊരു കൊതി മാറ്റാനൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ ഇവിടെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അതെനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ രാവിലെ ഞാൻ പറഞ്ഞ പോലെ ചിയാസിൻ്റെ വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് അത് തന്നെ നമുക്ക് അളവ് നിയന്ത്രിച്ച് ഒരു 2 ദോശ കഴിക്കാം. നമ്മളിപ്പോൾ ഒരു 4 ദോശ കഴിക്കുന്ന ഒരാളാണെങ്കിൽ കൂടെ ഒരു 2 ദോശയിലേക്ക് മാറുക. ഒരു ബൗള് സാമ്പാർ അങ്ങനെയൊക്കെ എടുക്കാം നമുക്ക് 2 ദോശയ്ക്ക്. അതുപോലെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു സ്നാക്ക് ടൈം ആകുമ്പോൾ നമുക്ക് വല്ല നട്ട്സോ ഒരു ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. അതുപോലെ നമുക്ക് ഉച്ച സമയത്ത് ഒരു പിടി ചോറ്, ഒരു ബൗൾ ചോറ് എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് തോരൻ, മുരിങ്ങത്തോരൻ ഇല്ലെങ്കിൽ ചീര, എന്ത് തരം ഉപ്പേരികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വറവുകൾ നമുക്ക് ഉപ്പേരികൾ അങ്ങനത്തെ എടുക്കാം. ഒരു പീസ് മീൻ പൊരിച്ചതോ ഇല്ലെങ്കിൽ ചിക്കനോ. തൈര് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു കാര്യമാണ് ഗൈസ്. തൈര് നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നല്ല വിശപ്പൊക്കെ കൂടുന്ന സമയമാണ്. നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് കുറച്ച് നന്നായിട്ട് വെള്ളം കുടിച്ച് നോക്കുക. അതുപോലെ സ്നാക്സ് ഒഴിവാക്കുക കേട്ടോ. സ്നാക്സ് എണ്ണക്കടികളൊക്കെ നന്നായിട്ട് ഒഴിവാക്കുക. അതിന് പകരം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് നട്ട്സൊക്കെ കഴിക്കാം ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ. അതേപോലെ നമുക്ക് വൈകുന്നേരം ചായ കുടിക്കണം എന്നുള്ള നിർബന്ധമുള്ളവർക്ക് കുടിക്കാം, ഇല്ലെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ എന്താണോ കഴിക്കാറുള്ളത് അതുപോലെ നമുക്ക് ഇപ്പോൾ ഇഡ്ഡലി ദോശ അങ്ങനെയാണെങ്കിൽ 2 എടുക്കാം. ഒരു കഷ്ണം പുട്ടാണെങ്കിൽ ഒരു കഷ്ണം പുട്ടെടുക്കാം, ഇല്ലെങ്കിൽ റാഗി ദോശ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് എനിക്ക് നല്ലൊരു ഇതാണ് കേട്ടോ റാഗി ദോശ.
അതുപോലെ ഇനി എൻ്റെ വരും വീഡിയോസിലൊക്കെ നിറയെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഒരു ജേണിയിൽ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നു. അതുപോലെ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് വെയിറ്റ് ലോസ് ജേണിയെക്കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിച്ചാൽ മതി. ഞാൻ എല്ലാം നല്ല രീതിയിൽ റിപ്ലൈ തരാം. എല്ലാവർക്കും പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ 30 ഡേയ്സ് വേണോ 45 ഡേയ്സ് വേണോ എന്ന് നമുക്ക് കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ അതിനനുസരിച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. ഞാൻ സൺഡേ മുതൽ നമുക്ക് എന്തായാലും ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം കഴിച്ചുകൊണ്ട് നമുക്കൊരു ഡയറ്റ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ 2025 നമ്മൾ എന്തായാലും ഒരു 4 kg അല്ലെങ്കിൽ ഒരു 5 kg കുറച്ചിരിക്കുന്നുള്ളത് എൻ്റെ ഒരു ഉറപ്പാണ്. നിങ്ങൾക്ക് 100% എന്ന് വിശ്വസിക്കാം. കാരണം അതിലൂടെ ഞാൻ കടന്നു വന്നൊരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പ് തരുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.